പുസ്തകം പരിചയപ്പെട്ടാലോ? ഇക്കിഗായ്. ഇതൊരു ജാപ്പനീസ് രഹസ്യമാണ്. ഇക്കി എന്ന് പറയുന്നത് ജീവിക്കാൻ എന്നതും ഗായ് എന്ന് പറയുന്നത് കാരണം എന്നാണ് അർത്ഥം. അതായത് ഇക്കിഗായ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ജീവിക്കാനുള്ള കാരണം എന്നാണ്. അപ്പോൾ ജപ്പാനിലെ അവരുടെ ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് നല്ല സന്തോഷത്തോടെയുള്ള ആഹ്ലാദത്തോടെയുള്ള നല്ലൊരു ജീവിതം വേണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് നമ്മുടെ ഇക്കിഗായ് ആണെന്നാണ്. അപ്പോൾ നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ജീവിച്ചിരിക്കാൻ നിങ്ങൾക്കുള്ള കാരണം എന്താണ്? ജപ്പാൻകാരുടെ അഭിപ്രായം അനുസരിച്ച് എല്ലാവർക്കും ഒരു ഇക്കിഗായ് ഉണ്ടായിരിക്കും. ഒരു ഫ്രഞ്ച് തത്വശാസ്ത്രജ്ഞൻ അതിനെ നിലനിൽക്കാൻ ഒരാൾക്കുള്ള കാരണം എന്ന് വിശേഷിപ്പിക്കും. ചിലർ അവരുടെ ഇക്കിഗായെ കണ്ടെത്തും, മറ്റു ചിലർ അതിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും, അവ അവർക്കൊപ്പം ഉണ്ടെങ്കിലും. നമ്മുടെ ഇക്കിഗായ് ഓരോരുത്തരുടെയും അകമേ ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. ക്ഷമാപൂർണമായ അന്വേഷണത്തിലൂടെ മാത്രമേ അതിനെ കണ്ടെത്താനാകൂ. ലോകത്ത് 100 വയസ്സുകാർ ഏറ്റവും കൂടുതലുള്ള ഒക്കിനാവയിൽ ജനിച്ചവരുടെ അഭിപ്രായം അനുസരിച്ച് തങ്ങൾ രാവിലെ എഴുന്നേക്കാൻ തന്നെ കാരണം തങ്ങളുടെ ഇക്കിഗായി ആണ്. നിങ്ങൾ എന്തു തന്നെ ചെയ്താലും വിരമിക്കാതിരിക്കുക. വ്യക്തമായ ലക്ഷ്യമുള്ള ഇക്കിഗായി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംതൃപ്തിയും ആഹ്ലാദവും ജീവിതത്തിന് അർത്ഥവും നൽകും. നിങ്ങളെ കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് ഈ കൃതിയുടെ ലക്ഷ്യം. ഒപ്പം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ജാപ്പനീസ് ദർശനത്തിൻ്റെ ഉൾക്കാഴ്ച പങ്കുവയ്ക്കുക എന്നതും. വിസ്മയകരമായ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കും. ജപ്പാനിൽ ജീവിക്കുമ്പോൾ വിരമിച്ച ശേഷവും ആളുകൾ എത്രമാത്രം ഊർജ്ജസ്വലരാണ്. യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ജപ്പാൻകാരും ഒരിക്കലും വിരമിക്കുന്നില്ല. ആരോഗ്യം അനുവദിക്കുന്നതുവരെ അവർ തങ്ങൾക്കിഷ്ടമുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ വിരമിക്കുക എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന നല്ലതിനു വേണ്ടി ജോലിയിൽ വിട്ടുപോകുക എന്നതിന് സമാനമായ വാക്ക് ജപ്പാൻ ഭാഷയിലില്ല. രാജ്യത്തെക്കുറിച്ച് നന്നായി അറിയുന്ന നാഷണൽ ജിയോഗ്രഫിക്കൽ റിപ്പോർട്ടർ ഡാൻ ബുവേറ്റ്നറുടെ അഭിപ്രായത്തിൽ ജപ്പാൻ സംസ്കാരത്തിൽ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വിരമിക്കുക എന്ന ആശയം ഇവിടെ ഇല്ല. 80% രഹസ്യം. ജപ്പാനിൽ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹരഹാച്ചിബു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പിമ്പും അവർ ആവർത്തിക്കുന്ന വാക്കാണിത്. നിങ്ങളുടെ വയർ 80% മാത്രം നിറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നതിനെ പഴയ അറിവുകൾ എതിർത്തിരുന്നു. അതുകൊണ്ടാണ് ഒക്കിനാവക്കാർ അവരുടെ വയർ 80% നിറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നത്. ഇതുവഴി അമിത ഭക്ഷണം അവർക്ക് ഒഴിവാക്കാൻ കഴിയുന്നു. മാത്രമല്ല, കോശങ്ങളുടെ ഓക്സീകരണത്തിന്റെ വേഗം കൂട്ടുന്ന ദീർഘമായ ദഹന പ്രക്രിയയിലൂടെ ശരീരം തളർന്നു പോകുന്നത് ഒഴിവാക്കാനും കഴിയുന്നു. നിങ്ങളുടെ വയർ 80% നിറഞ്ഞത് എന്നറിയാൻ തീർച്ചയായും വഴികളില്ല. വയർ നിറഞ്ഞു എന്ന് തോന്നി തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കുകയേ വഴിയുള്ളൂ. ഭക്ഷണത്തിനു ശേഷം സ്നാക്ക് പോലുള്ള അധിക ഭക്ഷണം കഴിക്കുമ്പോൾ അത് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് നാം തിരിച്ചറിയുക. അത്താഴത്തിനു ശേഷമുള്ള ആപ്പിൾ പൈ പോലെ ഇതെല്ലാം ഹ്രസ്വകാലത്തേക്ക് നമുക്ക് സന്തോഷം നൽകുമെങ്കിലും ദീർഘകാലത്തേക്ക് അതത്ര സുഖകരമായിരിക്കില്ല. ഭക്ഷണം എങ്ങനെ വിളമ്പുന്നു എന്നതും പ്രധാനമാണ്. നിരവധി ചെറിയ പ്ലേറ്റുകളിലാണ് ജപ്പാൻകാർ ഭക്ഷണം വിളമ്പുക. അതുവഴി കുറച്ചു മാത്രം കഴിക്കാനുള്ള പ്രവണതയുണ്ടാകുന്നു. ജപ്പാനിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പ്രത്യേക ഭക്ഷണം ഒരു ട്രേയിലുള്ള 5 പ്ലേറ്റുകളിലായാണ് വിളമ്പുക. അതിൽ 4 പ്ലേറ്റുകൾ തീരെ ചെറുതും പ്രധാന ഭക്ഷണം വിളമ്പുന്ന ഒന്ന് അല്പം വലുതുമായിരിക്കും. 5 പ്ലേറ്റുകൾ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം കഴിക്കേണ്ടി വരുമെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ വിശപ്പ് കെട്ടുപോകും. ചെറിയ വിശപ്പ് മാത്രമേ തോന്നൂ. ജപ്പാനിൽ കഴിയുന്ന പാശ്ചാത്യരുടെ തൂക്കം കുറയാനും മെലിയാനും ഇതാണ് ഏറെ ഒരു കാരണം. പോഷകാഹാര വിദഗ്ധർ സമീപകാലത്ത് നടത്തിയ പഠനത്തിൽ വെളിപ്പെട്ടത് ഒക്കിനാവ നിവാസികൾ ദിവസം ശരാശരി 1800 മുതൽ 1900 വരെ കലോറി ഭക്ഷണം കഴിക്കുന്നു. US-ൽ ഇത് 2200 മുതൽ 3300 വരെയാണ്. ഒക്കിനാവക്കാരുടെ ഭാര ഉയര അനുപാതം 18:22 ആണ്. US-കാരുടേത് 26:27 ആണ്. ഒക്കിനാവക്കാരുടെ ആഹാരത്തിൽ ടോഫു, അതായത് തൈരും സോയാബീനും ചേർത്തുണ്ടാക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. മധുരമുള്ള ഉരുളക്കിഴങ്ങ്, മത്സ്യം, പച്ചക്കറി എന്നിവയുടെ അളവ് കൂടുതലാണ്. പോഷകാംശത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായത്തിൽ ആരോഗ്യവും ആൻറ്റി ഓക്സിഡന്റ് സമ്പുഷ്ടവുമായ ഭക്ഷണം 80% അടങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് പറയാം. ജീവിത ബന്ധങ്ങൾ. ഒക്കിനാവയിലെ തദ്ദേശീയ സമൂഹങ്ങൾ തമ്മിൽ ഔപചാരികമായി തന്നെ അടുത്ത ബന്ധമുണ്ടായിരിക്കും. മൊആയ് എന്നാൽ ആളുകളുടെ അനൗപചാരിക സംഘമാണ്.
അവർക്ക് അന്യോന്യം പൊതുവായ താല്പര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇവരിൽ പലരും തങ്ങളുടെ സമൂഹത്തെ സേവിക്കുക എന്നത് ഇക്കിഗായുടെ ഭാഗമായി മാറ്റിയിരിക്കും. കഠിനമായ സാഹചര്യത്തിലാണ് മോആയി രൂപപ്പെടുക. ഉദാഹരണത്തിന്, വിളവ് മോശമാകുന്ന അവസരത്തിൽ കർഷകർ അവരുടെ അനുഭവം പങ്കിടാൻ ഒത്തുചേരുന്നു. മോആയി അംഗങ്ങൾ ഗ്രൂപ്പിന് ഓരോ മാസവും നിശ്ചിത സംഭാവന നൽകും. ഇതുപയോഗിച്ചാണ് അവർ യോഗങ്ങളും അത്താഴ വിരുന്നുകളും കളികളും മറ്റ് വിനോദങ്ങളും സംഘടിപ്പിക്കുന്നത്. ഗ്രൂപ്പ് പിരിച്ചെടുക്കുന്ന ഫണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുക. എന്നാൽ പണം ബാക്കി വന്നാൽ ഒരംഗത്തിന് അധികമുള്ള തുകയുടെ ഒരു ഭാഗം നൽകും. അതുവഴി ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന് ഒരംഗത്തിന് സാമ്പത്തികവും വൈകാരികവുമായ സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയുന്നു. മോആയി സംഘത്തിലെ ഒരംഗത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അവർക്ക് സംഘത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് മുൻകൂറായി ഒരു തുക ലഭിക്കും. ഓരോ മോആയിയുടെയും അക്കൗണ്ടുകൾ അതാത് ഗ്രൂപ്പുകളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും അംഗമെന്ന നിലയ്ക്കുള്ള അടുപ്പവും ലഭിക്കുന്ന പിന്തുണയും ആ വ്യക്തിക്ക് ഒരുതരം സുരക്ഷിതത്വ ബോധം നൽകുന്നു. അത് ഉയർന്ന ജീവിത ദൈർഘ്യത്തിലേക്ക് നയിക്കുന്നു. ഈ കൃതിയിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഹ്രസ്വമായ ഒരു പരിചയപ്പെടുത്തലിനു ശേഷം ആധുനിക കാലത്ത് അകാല വാർദ്ധക്യം വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് നാം പരിശോധിക്കും. ഇതിനെ ഇക്കിഗായിയെ ബന്ധപ്പെടുത്തുന്ന ഘടകങ്ങളെ നാം പരിശോധിക്കും.